ഹൈ ഷിറ്റ് മമ്മി, എനിക്കത് ദേഷ്യം സഹിക്കാൻ കഴിയുന്നില്ല. എന്തു പറ്റി മോളെ നിനക്ക്? എന്താണ് നിന്റെ പ്രോബ്ലം? അവരില്ലേ, ആ ദേവുട്ടി മിന്നുട്ടി, അവർ ഫാമിലി ആയിട്ട് വലിയ നല്ല രീതിയിൽ ടൂർ പോവാണ്. ടൂറോ? ഇതാരാ നിന്നോട് പറഞ്ഞേ? അവരിന്ന് സ്കൂളിൽ നിന്ന് അവരുടെ ഫ്രണ്ട്സിനോട് പറയുന്നത് ഞാൻ കേട്ടതാ. ആട്ടെ, അവരെവിടുക്കാ ടൂർ പോകുന്നേ? എനിക്കറിയില്ല, എനിക്കും അവരോടൊപ്പം ടൂർ പോകണം. അയ്യേ, ഈ നിസാര കാര്യത്തിനാണോ എന്റെ മോൾ കരയുന്നേ? എനിക്ക് അവരോടൊപ്പം ടൂർ പോകാനുള്ള കൊതി കൊണ്ടൊന്നല്ല, അവരുടെ ടൂർ എങ്ങനെയെങ്കിലും കൊളാക്കണം. എന്റെ ലക്ഷ്യം അതാ. ഓ, ഞാൻ കരുതി എന്റെ മോള് ടൂർ പോകണില്ലാന്ന് കരുതി കരയാൻ നിൽക്കുകയാണെന്ന്. ഇത്ര സില്ലി ഗേളാണ് നീ എന്നാണ് ഞാൻ ആദ്യം കരുതിയത്. ഇപ്പോഴല്ലേ മനസ്സിലായത് നിന്റെ ഉദ്ദേശം വേറെയാണെന്ന്. അതെ മമ്മി, എനിക്ക് അവരോടൊപ്പം ടൂർ പോയിട്ട് അവരുടെ ടൂർ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൊളാക്കണം. എന്നാലേ എനിക്ക് മനസ്സിനൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അതിനെന്തിനാ നീ വിഷമിക്കുന്ന മോളെ? നിന്റെ കൂടെ എന്തിനും ഈ മമ്മിയുണ്ട്. അതെനിക്കറിയില്ലേ, എന്റെ മമ്മി എല്ലാത്തിനും എന്റെ കൂടെ സപ്പോർട്ടാണെന്ന്. അതുകൊണ്ടല്ലേ ഞാൻ എന്റെ മമ്മിനോട് വന്ന് പറഞ്ഞത്. അതെ അതെ, അപ്പൊ എന്തെങ്കിലും പ്ലാൻ ഇട്ട് നമുക്ക് അവരോടൊപ്പം കൂടാം. ഹായ് നീലുവണ്ടി, സുഖാണോ? ആ മോളെ, സുഖാണ്. എന്താ പോയി വിശേഷിച്ച് ഇങ്ങോട്ടൊക്കെ ഒന്ന് വരാൻ? എന്റെ മോൾ എപ്പോഴും പറയും എന്റെ ഫ്രണ്ട്സിന്റെ വീട്ടിലേക്കൊക്കെ ഒന്ന് പോയാലോ എന്ന്. അതെ അതെ ചേച്ചി, ഇവളെ വരവൊരു പന്തികേടല്ലല്ലോ. അതെ അതെ, എനിക്ക് തോന്നി എന്തോ ഒരു പണി ഒപ്പിക്കാനുള്ള വരവാന്ന് തോന്നുന്നു. ആ, നിങ്ങൾ വന്നത് ഏതായാലും നന്നായി. ഞങ്ങളൊരു യാത്ര പോകാനിരിക്കായിരുന്നു. യാത്ര പോവാനോ? എവിടേക്ക്? അല്ലെങ്കിൽ തന്നെ എന്താ ഇത്ര വിശേഷിച്ച്? പ്രത്യേകിച്ച് വിശേഷിച്ചൊന്നുമില്ല. മക്കൾക്ക് എല്ലാവർക്കും ഒരു ആഗ്രഹം, ഒരു ടൂറ് പോയാലോ എന്ന്. ഓ ആണോ, നിങ്ങൾ ടൂർ പോകാൻ ഒരുങ്ങായിരുന്നു അല്ലേ? അതെ അതെ, എങ്ങോട്ടെങ്കിലൊക്കെ ഒന്ന് കറങ്ങാൻ പോകണമെന്ന് കുറേ കാലമായി ആഗ്രഹിക്കുന്നു. ഇപ്പൊ ഏതായാലും അതിന് സാധിച്ചല്ലോ. മമ്മി, നമുക്ക് ഇവരുടെ കൂടെ പോയാലോ? അതെങ്ങനെയാ മോളെ ശരിയാവുക? അവര് പോവാൻ നിൽക്കുവല്ലേ, നമുക്ക് വേറെ ടൂർ പോകാം. മമ്മി, എനിക്ക് ഇവരുടെ കൂടെ പോവാനാ ആഗ്രഹം. മിന്നൂട്ടി ദേവുട്ടിയൊക്കെ ഉണ്ടല്ലോ, നല്ല രസമായിരിക്കും ട്രിപ്പ്. ചേച്ചി, അവൾ പറയണ കേട്ടോ? സ്കൂളിലേക്ക് വന്നാൽ നമ്മളെ കടിച്ചു കയറാൻ വരുന്നവളാ അവൾ. അവളിപ്പോ പറയുന്ന കണ്ടില്ലേ, നമ്മളുണ്ടെങ്കിൽ ട്രിപ്പ് രസമായിരിക്കും. ആ, അവളിപ്പോ വന്ന ഉദ്ദേശം മനസ്സിലായി. അമ്മയെ ചാക്കിലിട്ട് പിടിക്കാനുള്ള ഉദ്ദേശാ. നമ്മൾ ടൂർ പോകുന്ന കാര്യം എങ്ങനെയോ ഇവൾ അറിഞ്ഞെന്ന് തോന്നുന്നു. അതാരിൽ നിന്നോ അറിഞ്ഞിട്ടുള്ള വരവാ. അതെ അതെ, നമ്മുടെ യാത്രയിൽ നമുക്കൊപ്പം പോന്നിട്ട് നമ്മുടെ യാത്ര മോശമാക്കാനുള്ള രീതിയിലുള്ള എന്തെങ്കിലും പ്ലാൻ ഇവരുടെ കയ്യിലുണ്ടാകും. മമ്മി പറ മമ്മി, നമുക്കും പോവാം. നിന്നോടല്ലേ ഞാൻ പറഞ്ഞു മോളെ, നമുക്ക് വേറൊരു ദിവസം പോവാന്ന്. ആ, മോള് വിഷമിക്കണ്ട. ഏതായാലും ഞങ്ങൾ പോകുന്നില്ലേ, നിങ്ങളും ഞങ്ങളെ കൂടെ പോന്നേക്ക്. ആ, അത് നല്ല ഐഡിയ ആണല്ലോ. അതെ മമ്മി, അത് നല്ല ഐഡിയ. നമുക്കും ഇവരുടെ കൂടെ കൂടാം. അമ്മേ, അവർ വേറൊരു ദിവസം ട്രിപ്പ് പോകാന്നല്ലേ പറഞ്ഞേ, പിന്നെ എന്തിനാ നമ്മൾ ട്രിപ്പിൽ അവരും കൂടി ഉൾപ്പെടുത്തുന്നേ? അതെ അതെ, അവർക്ക് അവരുടേതായ പ്രൈവസി ഒക്കെ ഉണ്ടാവില്ലേ, അവർ വേറെ ട്രിപ്പ് പോയിക്കോളും. എന്താ മോളെ ദേവൂട്ടി നീ പറയുന്നേ? ഞങ്ങൾക്ക് ഞങ്ങളുടേതായ പ്രൈവസി ഒന്നുമില്ല. ഞങ്ങൾക്ക് നിങ്ങളുടെ കൂടെ പോരുന്നതിൽ സന്തോഷമേ ഉള്ളൂ. നോക്കിയേ, അവർ പറയുന്നത് കേട്ടില്ലേ? അവർക്ക് സന്തോഷമേ ഉള്ളൂ നമ്മുടെ കൂടെ പോരുന്നതിൽ നിന്ന്. അല്ലെങ്കിൽ തന്നെ നിന്റെ ഫ്രണ്ട്സ് അല്ലേ ഇവള്. ഇവള് കൂടെ പോരുമ്പോൾ നിങ്ങൾക്കും സന്തോഷമല്ലേ ആവണ്ടേ? പിന്നെന്താ നിങ്ങൾ ഇങ്ങനെ പറയുന്നേ? ഒന്നുമില്ല, ഞങ്ങൾ അവര് വേറെ സന്തോഷത്തിൽ പോയിക്കോട്ടെ എന്നൊക്കെ കരുതിട്ട് പറഞ്ഞതാ അമ്മേ. മീനു, നിങ്ങളുടെ കൂടെ പോരുന്നത് തന്നെയാ ഞങ്ങളുടെ സന്തോഷം. നീ പോടി, നിന്റെ മനസ്സിലിപ്പൊക്കെ എനിക്കറിയാം. ചേച്ചി, അമ്മക്ക് ഇവളെ മനസ്സിലിപ്പ് അറിയില്ലല്ലോ. ഷോ നാശം, ഇവൾക്ക് എപ്പോഴാ ഇങ്ങോട്ടൊന്ന് വരാൻ തോന്നിയെന്നാവോ. അപ്പൊ മോളെ, നിങ്ങൾ റെഡി ആയിക്കോ. ഞങ്ങൾ ഇന്ന് വൈകുന്നേരം പോകും. നിങ്ങളും അപ്പോഴേക്ക് റെഡി ആയി വാ. ആ ശരി നീലുവണ്ടി, ഞങ്ങളും റെഡിയായി വരാപ്പോയേക്കും. അപ്പൊ ദേവുട്ടി മിന്നുട്ടി ബൈ ബൈ, ഞങ്ങൾ പോവാണേ. ഞങ്ങളെല്ലാം റെഡിയാക്കി വൈകുന്നേരം വരാം. ഓ, അവര് പോയി. നല്ല മോള്. എന്ത് നല്ല മോളെന്നോ? അമ്മ എന്തായി പറയുന്നത്? അമ്മക്കൊന്നും അറിയില്ല. എന്താ കാര്യം? അമ്മേ, അവൾ ഞങ്ങളെ സ്കൂളിലെ ശത്രുവാ. അവൾക്ക് ഞങ്ങളെ കണ്ണെടുത്താ കണ്ടൂടാ. ശത്രുവോ? അതെങ്ങനെ? അതങ്ങനെയാ അമ്മേ, അവൾക്ക് ഞങ്ങളെ കാണുന്നതേ കലിയാ. ഞങ്ങൾക്കാണെങ്കിൽ അതിലേറെ. ഇപ്പൊ ഈ ടൂർ പോകുന്ന കാര്യം തന്നെ ഞങ്ങളെ ഫ്രണ്ട്സുകളിൽ നിന്ന് അറിഞ്ഞിട്ടുള്ള വരവാ അത്. എനിക്ക് അവരെ കണ്ടിട്ടാവൊന്നും തോന്നുന്നില്ലല്ലോ. നല്ല സ്നേഹമുള്ള മോളും അമ്മയും. ഒലിക്കാണ്, അവരൊരു സ്നേഹമില്ല. വെറും കുശുമ്പും കുഞ്ഞാമി മാത്രമേ അവർക്കുള്ളൂ. നിങ്ങൾ ഓരോന്ന് വെറുതെ ഉണ്ടാക്കി പറയാൻ നിൽക്കണ്ട. ഓരോരുത്തരുടെ പെരുമാറ്റം കണ്ടാൽ എനിക്ക് മനസ്സിലാകും. അമ്മേ, ഞങ്ങൾ കാര്യമായിട്ട് പറയുന്നത്, അമ്മ ഒന്ന് വിശ്വസിക്ക്. നമ്മുടെ ട്രിപ്പ് നാശാക്കാനുള്ള വരവായി വന്നിരിക്കുന്നേ. അവര് നമ്മളോടൊപ്പം കൂടി നമ്മുടെ ട്രിപ്പ് മോശമാക്കാനുള്ള രീതിയിൽ എന്തോ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അല്ലാതെ അവരിങ്ങോട്ട് വരില്ല അമ്മേ. ഒന്ന് പറയുന്നത് വിശ്വസിക്കാം അമ്മേ, പ്ലീസ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. അവർ നല്ല രീതിയിലുള്ള പെരുമാറ്റമായിരുന്നു. അവർ വെറുതെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നതാണ്. അപ്പോഴാണ് ഞാനല്ലേ അങ്ങോട്ട് പറഞ്ഞത് അവരോട് നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ടെന്ന്. അപ്പോൾ ആ മോൾക്കും പോരാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. അവളുടെ മമ്മിയോട് അവൾ ആഗ്രഹം പറഞ്ഞപ്പോൾ അവളുടെ മമ്മി ആദ്യം എന്താ പറഞ്ഞത്? വേണ്ട മോളെ, അവർ പോയിക്കോട്ടെ, നമുക്ക് പിന്നൊരു ദിവസം പോവാന്നല്ലേ. അതൊക്കെ അവരുടെ അടവാണമ്മേ, അമ്മ മനസ്സിലാക്കമ്മേ. അമ്മയ്ക്ക് അവയെ കുറിച്ച് അറിയില്ല. ഇനിയിപ്പോൾ എന്താണെങ്കിലും ഞാൻ വാക്ക് കൊടുത്തു പോയി. എനിക്ക് ഇനി വാക്ക് തെറ്റിക്കാനൊന്നും കഴിയില്ല. ഇനി അവർ വൈകുന്നേരം ഇങ്ങോട്ട് റെഡി ആയി വരുമ്പോൾ ഇങ്ങനത്തെ സംസാരമൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല. ഞാൻ പറഞ്ഞത് രണ്ടുപേർക്ക് മനസ്സിലായോ? ശരി ചേച്ചി, നമ്മൾ ട്രിപ്പ് പോണ കാര്യം ആരാ അവളോട് ചോർത്തി കൊടുത്തേ?
ആരാന്നറിയില്ല മിന്നുട്ടി. ഇനി ഏതായാലും ഒക്കെ വരുന്നിടത്ത് വെച്ച് കാണാം. അതെ അതെ, നമുക്ക് ഈ സംഭവം അപ്പൂസിനെ വിവരം അറിയിക്കണ്ടേ? അറിയിക്കണം. അവൻ കുറച്ച് കഴിയുമ്പോഴേക്കും ഇങ്ങോട്ട് എത്തും. അവനോട് പറയാം. ചേച്ചി, അവൾ എന്തെങ്കിലും തരികിട ഒപ്പിച്ചാൽ എൻ്റെ അടുത്ത് നിന്ന് നല്ലോണം അവൾക്ക് കണക്കിന് കിട്ടും. ഞാൻ അച്ഛനുണ്ട് അമ്മയുണ്ട് ഒന്നും നോക്കില്ല, ഞാൻ അവൾക്ക് കണക്കിന് കൊടുത്തിരിക്കും. നിന്റെ കൂടെ ഞാനുണ്ടടി മീനുട്ടി. നമുക്കേ അവൾക്കൊരു പാഠം പഠിപ്പിച്ചു കൊടുക്കണം. അവൾ നല്ല രീതിയിലാണെങ്കിൽ കുഴപ്പമില്ല, മറിച്ച് അവൾ എന്തെങ്കിലും ഉടായ്പ പ്ലാൻ ഇട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം നമുക്ക് പൊളിച്ചെടുക്കണം. ശരിയാ. എങ്കിൽ വാ, നമുക്ക് പോയി റെഡിയാവാം. എടാ അപ്പൂസേ, നമ്മുടെ പ്ലാനൊക്കെ എവിടെയോ ചോർന്നു പോയടാ. എന്ത് പറ്റി? ആ എലീനി അവളുടെ മമ്മി ഇങ്ങോട്ട് വന്നിരുന്നു. വെറുതെ നോണ പറഞ്ഞ് ഞങ്ങളെ കാണാനാണെന്ന രീതിയിലാണ് വന്നത്. എന്നിട്ട് എന്തുണ്ടായി? എന്നിട്ടെന്താ, സംസാരിക്കുന്നതിനിടയിൽ അമ്മ പറഞ്ഞു ഞങ്ങളിന്ന് ട്രിപ്പ് പോവാണെന്ന്. അയ്യോ, പണി പറ്റിച്ചല്ലോ. പക്ഷെ അവർക്ക് ഇതിനു മുമ്പ് തന്നെ അറിയാം നമ്മൾ ട്രിപ്പ് പോവാണെന്ന്. അവരെവിടുന്നോ അറിഞ്ഞിട്ടുള്ള വരവാ. ഞങ്ങൾ അമ്മയെ സോപ്പിട്ട് വലയിലാക്കും ചെയ്തു. അവരും നമ്മുടെ കൂടെ ട്രിപ്പിനുണ്ടത്രേ. അയ്യോ, ഇന്നത്തെ ട്രിപ്പ് സീനാകുന്ന ലക്ഷണമാണല്ലോ കണ്ടിട്ട്. അതെ അതെ, അവൾ എന്തോ പ്ലാൻ ഇട്ടിട്ടില്ല വരവാ. അവൾ എന്ത് പ്ലാൻ ഇട്ടാലും നമ്മളെ അടുത്തൊന്നും നടക്കില്ല. നിങ്ങൾ പേടിക്കണ്ട, നിങ്ങളെ കൂടെ ഞാനില്ലേ. ഞാനും ഉണ്ട്, ഞാനും എല്ലാം കേട്ടു പറയുന്നതെല്ലാം. കുഞ്ഞാമിന, നീയും വന്നോ? ഞാൻ വന്നു. നിങ്ങൾ പറയുന്ന എല്ലാം ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഇനിയിപ്പോ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല, ഇനിയൊക്കെ വരുന്ന വഴിയിൽ വെച്ച് കാണാം.